ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, കഴിഞ്ഞൊരു വീഡിയോ നട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ സെക്കൻഡ് വൺ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ അറിയില്ല, ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഇന്ന് ക്രോഷിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി അങ്ങനെ വിചാരിച്ച് ഞാൻ എടുക്കുന്നത്. എന്തായാലും എങ്ങനെയാവും എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഓൾറെഡി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ക്രോഷേൻ്റെ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റെസിപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ അതിന് മുമ്പ് ഒരു ബാഗ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കത് കാണിച്ചാൽ വിചാരിച്ചു. വെറുതെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും അതൊരു ഉപയോഗമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ ഗൈസ്, എൻ്റെ ചാർജ് എങ്ങനെ ചിലവായത് അതിൻ്റെ അടയാളം ഇപ്പോൾ വന്നു. സൗണ്ട് കേട്ടോ എനിക്കറിയില്ല, കാരണം എൻ്റെ കൈ വറക്കുന്നതുകൊണ്ടാണ് സാരം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ എഴുതി വെക്കും. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ നമുക്കിതിൽ എഴുതി വെക്കുമ്പോൾ. സോ അതിന് മുമ്പ് തന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ റൈറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതേ മോഡലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യാഷും പിന്നെ ഒരു ഫോണും അത്രയുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിലൊരു ബാഗ് ആവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. സാധനം ഞാൻ ഉണ്ടാക്കി വേണം പറയുന്നത്. അപ്പോൾ ഈ ഒരു പൗച്ച് ഞാൻ ഉണ്ടാക്കി. സോ ഇത് ഓൾറെഡി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ബാഗ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ പറ. പിന്നെ ഇത് കുറച്ചുണ്ട്, അങ്ങനെ തട്ടിക്കൂട്ടി കുറേ ആണുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പോകുന്ന ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടിന് കുറവുണ്ടാകും, കാരണം ഞാൻ എത്രയെങ്കിലും സംസാരിച്ച് വെയിൽ കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. പ്ലസ് ഇതിൻ്റെ എഡ്ജ് ഭാഗം കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. കിട്ടിയ ഗൈസ്, എന്നാലും ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഫുള്ള് കെട്ട് കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എടുക്കുന്ന സമയത്ത് കെട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ കെട്ട് കുടുങ്ങിയതാവാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഓവർ ചെയ്ത് ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞ് വിചാരിക്കുന്നു. ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യാം. ഈ വീഡിയോ ആർക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, 30 ചെയിനാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബാഗിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയിനൊക്കെ കൂട്ടാം കുറക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ചെറിയ ധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് നിങ്ങൾ കൂടെ പറയുന്നുണ്ട് തന്നെ ചെയിൻ എണ്ണം തെറ്റാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ചെയ്യാൻ 7 ഞാൻ ചെയ്തത് 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, ഒരു ചെയിനും കൂടെ അല്ലെങ്കിൽ 35 വരാക്കെ എനിക്ക് തോന്നലുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കൂട്ടും. എനിക്കെന്താ ചെയിനിലാണ് നമ്മളെല്ലാതും ഇരിക്കുന്നത് കേട്ടോ. അടുപ്പായാലും എല്ലാം അതിലാണ് ഇരിക്കുന്നത്. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ 33 തോന്നുന്നു, 34, 5. ഓക്കെ ഗൈസ്, കറക്റ്റാണ് തോന്നുന്നു. ഇത് വലിപ്പമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും വലിപ്പമാണുള്ളത്. നമുക്കതിനൊരു ബാക്കി നോക്കാം. ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ ചെയ്യുക. ചെയിൻ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ വിട്ടിട്ട് യാണോവർ ചെയ്യാം. ഓക്കെ, ചെയിനാണല്ലോ ചെയ്തത്. അയ്യോ ഗൈസ്, യാണോവർ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെ എത്തി? അതെ, ഒരു ചെയിൻ വിട്ടതിന് ശേഷം നമ്മൾ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാം. സിംഗിൾ ക്രോഷിയാണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറിയൊരു മാറ്റമുണ്ട് ഗൈസ്. ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നട്ട ഫ്ലോപ്പ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഒരു ചെയിൻ വിട്ട് നമ്മൾ അടുത്ത ചെയിനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇങ്ങനെ, ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, ഞാൻ ഇങ്ങനെ അടിക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോറി, ഇങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത് ഗൈസ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ ഒരു ബ്ലർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരിയായി. അങ്ങനെ നമ്മൾ അതുമാക്കി. അതിനുശേഷം വീണ്ടും ഒരു രണ്ട് ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ പോയിട്ട് 2 യാൺ ഒഴിവാക്കി മൂന്നാമത്തെ യാണിൽ പോവുക. 1, 2, മൂന്നാമത്തെ യാൺ ഇവിടെയാണ്. അപ്പോൾ നമുക്കതിൽ പോയിട്ട് യാൺ ഓവർ ചെയ്യണം കേട്ടോ. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ 2 ചെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ നേരെ 3 ചെയിൻ വിടാം. 3 ചെയിൻ ഗൈസ്, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോൾ അല്ലാതല്ല, ഈ കാക്കകൾ കിളികൾ കണ്ടോ ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്ന നോക്കി വരിക തോന്നുന്നു സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും നമ്മൾ 2 യാൺ ചെയ്യുക. ചെയിൻ ചെയ്യാം. യാണെന്നൊക്കെയാണ് പറയുന്നത്. 2 ചെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 2 ചെയിൻ വിടുക.
മൂന്നാമത്തെ ചെയിനിൽ വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഗൈസ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് കണ്ടതിന് ശേഷം എന്താ പറയുക, ഒരേ സംഭവം തന്നെയാണ്, നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്ന് തന്നെ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. ഇയാണ് കുറവുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പാറ്റേൺ ആകും കുറച്ചുകൂടെ യൂസ്ഫുൾ എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മൾ 2 ചെയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ 2 ചെയിൻ വിട്ട് അടുത്തത് ഇങ്ങനെ ചെയ്യാണ്. വീണ്ടും യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ 2 ചെയിൻ വിടുക, മൂന്നാമത്തെ ചെയിനിലോട്ട് പോവുക. വീണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുക ഗൈസ്. ഇതിൻ്റെ അടിഭാഗം അവനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ട കുറക്കാനാണ് ചെയ്യുന്നത്. ഓട്ട മീൻസ് ഗ്യാപ്പ്. ഓക്കെ, ഞാൻ പിന്നെ മലപ്പുറംകാരി ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അത് കഴിഞ്ഞ് 1 2 3 ഓക്കെ 2 ചെയിൻ വിട്ട് മൂന്നാമത്തേക്ക് വീണ്ടും പോവുക, യാൺ ഓവർ ചെയ്ത് പോകണം. എന്നിട്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുക, ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഇത് തന്നെ ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. വീണ്ടും നമ്മൾ 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലേക്ക്, മൂന്നാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ പോകാൻ. അതിങ്ങനെ യാൺ ഓവർ ചെയ്ത് വീണ്ടും ഇങ്ങനെ തന്നെ 2 വട്ടം 2 ലൂപ്പ് കൊണ്ടുപോവുക. വീണ്ടും 2 ചെയിൻ ചെയ്യാം. ഇപ്പോൾ അതിന് സമയത്ത് മാറിപ്പോവാം, നിങ്ങളത് കേട്ടിരിക്കരുത്, ഞാൻ ചിലപ്പോൾ അറിയാണ്ടൊക്കെ പറഞ്ഞു പോവും. അപ്പോൾ 2 ചെയിൻ വിട്ട ശേഷം മൂന്നാമത്തേക്ക് പോകാം. എൻ്റെ ചെയിനൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, ഞാൻ നല്ലപോലെ നോക്കിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുത്തിയേക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നത് അതിൽ ചെയ്ത് ഇപ്പം കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, കാരണം ടൈമില്ല, ഓൾറെഡി കുറേ സമയം ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി പണികളൊന്നും നമ്മൾ എടുത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ എത്രയും നമുക്ക് ആയിട്ട് കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്, ചെറിയ ബാഗ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് ബാഗിൻ്റെ ഷേപ്പ് വട്ടത്തിൽ ഇങ്ങനെ വരാൻ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ റൗണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടേ ഇരിക്കുക. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് ആ ഇംഗ്ലീഷുകാരികളുടെ വീഡിയോ ആയതുകൊണ്ട് എനിക്കൊന്നും അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. ചൈന അങ്ങനെ എന്തോ ഭാഷയാണ്, എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ തയ്ക്കാനും പറ്റില്ല വേറെ വീഡിയോ നോക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ രീതിക്ക് പിന്നെ ബാക്കി ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇവിടുന്നാണ് തുടങ്ങിയത്. ഇവിടെ ഇങ്ങനെ 2 ഡബിൾ ക്രോഷ് ചെയ്യുക ഒരു ചെയിനിൽ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഈ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക. അതായത് നമ്മളിത് അവിടെ കണ്ടോ, വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2 ചെയിൻ ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ തന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്തു പോകുക തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ബാഗിൻ്റെ വലുപ്പത്തിലായാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ബാഗ് കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ സദാ പോലെ ഇവിടെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വളഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടണം. അതെങ്ങനെയാണെന്നുള്ളത് ഒരു ചെയിൻ വിടുക, എല്ലാത്തിനും ഓരോ ചെയിൻ വിടുക, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ബാഗ് ഇപ്പോൾ ഇതെങ്ങനെയാണുള്ളത്, ഇത്ര വലുപ്പമുള്ളൂ എൻ്റെ ബാഗ്. കണ്ട, ഇനി ഇതായി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. സംഭവം ചെറിയ ബാഗ് തന്നെ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് വല്ലാണ്ട് ചെറുതോയോ എന്നൊരു ഡൗട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നീളത്തിൽ ഇങ്ങനെ വലിച്ച് നീട്ടാം, പക്ഷേ ഹോള് കുറച്ച് കൂടും. കണ്ടോ, സംഭവം മോഡലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയായി. ഇനി ബാക്കിയും കൂടി ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഇട്ടിട്ട് സാധാ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിമൊക്കെ ഇടുക, പക്ഷെ ഇതിമൊക്കെ ഇടരുത്, നമ്മൾ നേരെ ഇങ്ങനെ ഇതിമൊക്കെ ഇടണം, ഈ ചെയിനിലേക്ക് ഇടണം. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിതാ നേരെ ഇതിലേക്ക് ഇടുന്നു, ലൂപ്പ് വലിക്കുന്നു, നമ്മളിതിങ്ങനെ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ 2 ചെയിൻ ചെയ്യുന്നുണ്ട് ഇതിൽ. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടടുത്ത് ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ ചെയ്യാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ ട്യൂട്ടോറിയൽ നോക്കിയിട്ടെല്ലാം ചെയ്യുന്നു, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. കണ്ട ഗൈസ്, നൂല് ഇത്രയായി, കഴിയാനായിക്കണം. കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. പിന്നെ നമുക്ക് വേറെ നൂലുണ്ട്, അത് പകുതി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നൂല് കഴിയുന്നതിനനുസരിച്ച് ഞാൻ വേഗം ചെയ്യാനാണ് നോക്കുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഇങ്ങനെ ഒരു ചെയിൻ കൂടി ഇട്ട് ഈ ചെയിനിൽ ചെയ്തെടുക്കാം. സംഭവം ആയി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക ബാഗ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇത് എന്തോ ഒരു കുഴപ്പമുള്ള മാതിരി ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ മിണ്ടാത്തത് ഗൈസ്. ഒന്നാമത് ഒരു കിച്ച് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സംസാരിക്കാനുള്ള മൂഡില്ല. എന്നാലും ഞാൻ സംസാരിക്കും, എനിക്ക് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്കും ബോറടി ആകുമോ എന്നൊരു തോന്നലുണ്ട്. ഇടയ്ക്ക് നമ്മൾ 2 ചെയിനൊക്കെ ചെയ്യാം. ഇടയ്ക്ക് ഒരു ചെയിൻ ചെയ്യുക, ഇടയ്ക്ക് ചെയിൻ വിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു 2 ചെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെയിൻ വിടുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ സ്റ്റെപ്പ് തന്നെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആ എഡ്ജിൽ ഓരോ തലപ്പത്തിൻ്റെ എഡ്ജിലെത്തുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത് ചെയ്യുന്ന കാര്യത്തിൽ. ബാക്കിയൊക്കെ നമുക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ക്രോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ല ബിഗിനേഴ്സാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും, സ്വാഭാവികമാണ്. സോ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഇരുന്ന് കണ്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ചെയിൻ ചെയ്യുക, എന്നിട്ട് എന്താണ് 3 ലൂപ്പ് അല്ല 2 ലൂപ്പ് വിട്ടിട്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ അത് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ മേലെ കൂടെ തന്നെ പിന്നെയും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓരോ കള്ളിയുടെയും എഡ്ജിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയും കൂടി അങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഏകദേശം ആ എഡ്ജിൽ എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളൊരു ചെയിൻ ഇടുക, ഇടയ്ക്ക് ഞാൻ 2 ചെയിൻ ഇടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞത് ഫസ്റ്റിലാണ് ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയായപ്പോൾ എനിക്ക് വലിയ ഒരു ഐഡിയ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റേജ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് കളറൊക്കെ മാറ്റി കൊടുത്താൽ മതിയാണ്. എനിക്ക് ഒരു കളറും കൂടി ഉണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റ് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ കളറും കൂടി ഞാൻ സെൻറ്ററിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ കളർ കൊണ്ട് തന്നെ അങ്ങനെ പോയാൽ മതി നിങ്ങൾക്ക് എത്തണ വരെ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത 2 കള്ളികളുണ്ടാവും, ആ കള്ളി 2 ഇട്ടിട്ട് അപ്പുറത്തേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് ഡബിൾ ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊന്നുകൂടി മുറുകിയിട്ട് കിട്ടും, ഒന്ന് വലിഞ്ഞിട്ട് വട്ടത്തിൽ കിട്ടും. അപ്പം നമുക്ക് ബാഗിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ഒരു ഐഡിയ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതന്നെ ചെയ്യുന്നതാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ചെറിയതായതുകൊണ്ട് പെട്ടെന്ന് റൗണ്ട് കയ്യിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിവിടെ ചെയ്തിട്ടിട്ടോ. പകുതി ഞാൻ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ചാർജ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊരു എക്സ്ക്യൂസ് അല്ല, കാരണം അത് ഓൾറെഡി എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പാറ്റേൺ ഞാൻ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ബാഗ് കാണാൻ അത്യാവശ്യം ക്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കളറ് അങ്ങനത്തെ ഒരു കളറാണല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയിൽ ചെയ്ത ഈ കളർ അത് തന്നെ വെച്ച് മേലോട്ടും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്യൂലിപ്പിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളായിട്ടുണ്ട് കാര്യം കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ചെയ്തു എന്നുള്ളൂ. പക്ഷേ അതെൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. പിന്നെ അതിന് വീഡിയോ എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി ഗൈസ്. എനിവേ നമ്മൾ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. സോ ഇതാണ് നമ്മുടെ ബാഗിലായിട്ടുണ്ടായിരുന്നില്ലേ. നമുക്കിപ്പം പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിത് സിബ്ബറൊക്കെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ബട്ടൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു കട്ടിയുള്ളൊരു തുണി വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഉള്ളിലേക്ക് നമുക്ക് ഓട്ട ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല. അപ്പോൾ വൈറ്റ് തുണി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. ഇങ്ങനത്തെ കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പെർഫെക്റ്റ്. പിന്നെ അതുപോലെ എൻ്റെ ഫോണ്, പിന്നെ വേറെ എന്തെങ്കിലും ക്യാഷ് അങ്ങനത്തെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ട്, നമ്മളെ വള്ളിയില്ലേ, അതിനിപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് വള്ളി. അതായത് മറ്റേ എന്താ പറയുക, വള്ളി എന്നാണ് ഞാൻ പറയുന്നത്, സോറി. ആ സാധനം അതായത് ബാഗ് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 130 ചെയിനാണ് ഇട്ടത് കേട്ടോ. 2 വള്ളി ഉണ്ടാക്കിയത്. അതിൽ ഒരു ചെയിനിന്
ഒരു ചെയിൻ ഒരു വള്ളിക്ക് തന്നെ 130 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്മേൽ കൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ എഡ്ജ് കൂടെ ചെയ്ത് പോയി, അത്രേ ഉള്ളൂ. ചെയിൻ ആൻഡ് സിംഗിൾ ക്രോഷ്യ അതാണ് ചെയ്തത് കേട്ടോ, 2 ചെയിനിനും കൂടി. എന്നിട്ട് അത് അവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്, അത്രേ ഉണ്ടായിരുന്നു. ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളി തന്നെയായിരുന്നു, കാണാനും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു ക്രോഷ്യ ആയിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഞാൻ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബൈ.